ഇപ്പം DCC പ്രസിഡന്റുമാര് അതുപോലുള്ള ആളുകളൊന്നും മത്സരിക്കുന്നില്ല. അവരൊക്കെ തന്നെ ഇതിന് ചുക്കാൻ പിടിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ നേതാക്കന്മാരെല്ലാം കൂടി ഇറങ്ങിയിട്ട് ആരും ഇതിനെ നിയന്ത്രിക്കാനില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. ഇനിയിപ്പോ ആ തരത്തിലുള്ള കാര്യങ്ങളില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഈ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, വയനാട് ജില്ലാ പഞ്ചായത്ത്, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത്, എറണാകുളം ജില്ലാ പഞ്ചായത്ത് തുടങ്ങി ഒരുപാട് ജില്ലാ പഞ്ചായത്തുകളിൽ UDF-നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മെജോറിറ്റി ഉള്ളത് എന്നുള്ള രീതിയിലേക്കുള്ള പല അഭിപ്രായ സർവേകളും കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അത് ഈ ഇടതുപക്ഷത്തിന്റെ ദുർഭരണം കൊണ്ടാണ്. അവിടെ അവരുടെ നേതാക്കന്മാർക്ക് ആളുകളെ പലവിധ ജോലികളിലേക്ക് തിരികെ കയറ്റുന്നു, PSC നോക്കുകുത്തിയാക്കുന്നു. ഈ കരാർ നിയമനങ്ങൾ നമുക്കറിയാലോ, പല വിധത്തിലുള്ള കരാർ നിയമനങ്ങളുണ്ട്. അപ്പം കരാർ അടിസ്ഥാനത്തിൽ ആളുകളെ നിയമിക്കുകയും അത് പാർട്ടിയിലെ വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം കൊടുക്കുകയും അവരെ പിന്നീട് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ ഈ അടിത്തട്ടിൽ പല പ്രശ്നങ്ങൾ, ഇപ്പൊ മാലിന്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വലിയ രീതിയിൽ ഉയർന്നു വരുന്നു എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ വികാരത്തെ കൃത്യമായി മുതലാക്കാൻ UDF-ന് കഴിയും. UDF-ന് അനുകൂലമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്.